ഇപ്പച്ചിനോട് ഞാൻ ഒന്നും കൊണ്ടുവരണ്ടാ പറഞ്ഞേക്കണം, ഇന്ന് എത്തില്ല. ഇപ്പച്ചിൻ്റെ കയ്യിലെ പൊതി വാങ്ങാൻ വേണ്ടി പോവാണ്. എന്തെങ്കിലും പൊതി ഉണ്ടാവും, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി മണ്ടലാണ്. അപ്പം എനിക്ക് കിട്ടിയ ഒരുക്കുള്ള കൈകളാണ് ഇതൊക്കെ കാണുന്നത്. എടുക്കുമ്പോൾ ഒരാൾക്ക് കൂടിയുള്ള പരാതിയാണ്. ഇങ്ങനെപ്പോൾ തുടങ്ങിയിരിക്കണം. എന്താണ് പ്ലേറ്റും കൊണ്ട് നിൽക്കലിൻ്റെ അച്ചുട്ടിട്ടാ. ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ തിരക്കിലാണ് കേട്ടോ. തിരക്കെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. അപ്പം ഇന്ന് വൈകുന്നേരം എൻ്റെ പൊന്നൂസിന് ഒരു പഴംപൊരിൻ്റെ ഒരു പൂതിട്ടാണ്. അപ്പോൾ പിടിച്ച് ഓളെന്നെ പോയി കൊണ്ടുവന്ന് ബാങ്ക് കൊടുക്കാനായ നേരത്തെ സാധനം എത്തിയിട്ട് അല്ലാണ്ട് മാവൊന്നും ഇരുന്നിട്ടില്ല കേട്ടോ. മാവൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഉണ്ടാക്കണം, അപ്പോഴാണ് പഴംപൊരി നല്ലോണം നന്നാവുള്ളൂ കേട്ടോ. അപ്പം എന്താണ് മാവ് കുഴച്ച് വെക്കലും ചുടലും കൂടി ആയാൽ നന്നാവില്ല. എന്നാലും മാഷാ അല്ലാഹ് നന്നായിക്കണ് കേട്ടോ. ഒരു 10 മിനിറ്റും കൂടി ഇരുന്നിട്ടില്ല കേട്ടോ മാവ്. അപ്പോൾ ഇവിടെ പഴംപൊരിക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് കുട്ടികളിട്ട്. എല്ലാവരും പാത്രം കൊണ്ട് വരി നിൽക്കുകയാണ്. പഴംപൊരി ചുട്ട് വെച്ചാൽ പിന്നെ പ്ലേറ്റിൽ നിന്ന് കാണില്ല. അപ്പോൾ ഞാൻ എല്ലാവരും നിർത്തിക്കുകയാണ്, ഫുള്ള് ചുള്ള് കയ്യട്ടെ എന്നിട്ട് തരാമെന്ന് പറഞ്ഞിട്ട്. ചായയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പഴംപൊരി റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചുട്ടെടുക്കണേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരം കുട്ടികൾക്ക് പഴംപൊരിക്ക് പൂതിട്ടാ. അപ്പം അങ്ങനെ ഇതാ മാവൊക്കെ കൂട്ടി എള്ളൊക്കെ ഇട്ടുകൊണ്ട്, ഞാൻ എള്ളോ കരിഞ്ചീരകോ എന്തെങ്കിലും ഒന്ന് ഇട്ടുട്ടാ. അപ്പോൾ എള്ളൊക്കെ ഇട്ടുകണ്. പിന്നെ ഇതാ പഴംപൊരി ഒക്കെ വേണ്ടിയിട്ട് പഴമൊക്കെ ഇതാ റെഡിയാക്കി വെച്ചിക്കണ്. ചുട്ടിട് തുടങ്ങിയിരിക്കണം. എന്താണ് പ്ലേറ്റും കൊണ്ട് നിൽക്കലിൻ്റെ അച്ചുട്ടിട്ടാ. ഓക്ക് പഴംപൊരി കിട്ടിയ ഡാൻസാണ് ഗൈസ്. ഇക്കാന്റെ വണ്ടിന്റെ ഒച്ചപ്പാട് കേട്ടപ്പോ വണ്ടിയിലാണ് എല്ലാരും. അതാ ഇക്കാന്റെ വണ്ടിന്റെ ഒച്ച കേട്ടാ ഓരോടെത്തും. ഇപ്പച്ചിനോട് ഞാൻ ഒന്നും കൊണ്ടുവരണ്ടാ പറഞ്ഞേക്കണം, ഇന്ന് എത്തില്ല. ഇപ്പച്ചിൻ്റെ കയ്യിലെ പൊതി വാങ്ങാൻ വേണ്ടി പോവാണ്. എന്തെങ്കിലും പൊതി ഉണ്ടാവും, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി മണ്ടലാണ്. ഐസ്ക്രീം ഒന്നും കൊണ്ടുവരില്ല. അല്ലാ, ഞാൻ നെത്ത് കൊണ്ടുവരണ്ട. ആ പൈസക്ക് പഴംപൊരി വാങ്ങിക്കണില്ല ഇവിടെ, അതുകൊണ്ട് എത്ത് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞത്. ഐസ്ക്രീം പറഞ്ഞാൽ ഇവിടെ പഴംപൊരിയൊക്കെ ചായക്കടയൊക്കെ ഉണ്ടാക്കുമ്പോഴേ കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കണം. കുട്ടികൾ ആരും ഇല്ലാത്ത നേരത്തിട്ടാ. അപ്പം ഉണ്ടാക്കണ കണ്ടാൽ പിന്നെ ചുട്ടിടുന്നത് കാണൂല, പ്ലേറ്റ് കാലിയെ കയറാം. പിന്നെ അപ്പോൾ ഓല് വരുന്നതിനെ മുന്നേ റെഡിയാക്കി വെക്കണം, അല്ലെങ്കിൽ ഇവിടെ തിരക്കൊക്കെ. അപ്പം ചുട്ടിട്ടൊന്നും പ്ലേറ്റിൽ കാണുന്നില്ല. എനിക്കാണെങ്കിലോ ഒരുമിച്ച് കൊടുക്കണം ചായയും കടിയും. എന്താ പഴംപൊരി വല്ലാണ്ടൊന്നും മാവ് ഇരുന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പഴംപൊരിക്ക് കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മാവ് അടി ഇരിക്കണം. മാവ് ഇരിക്കുമ്പോഴാണ് പഴംപൊരിൻ്റെ നന്നാവുള്ളൂ കേട്ടോ. നല്ല കുഴപ്പമില്ല. ഇപ്പം റെഡിയാക്കിയിട്ടുള്ളൂ. ചുടലും തുടങ്ങി, മാവ് കൂട്ടലും ചുടലും ഒപ്പയിക്കണം. അങ്ങനെ ഇതാ ഇവിടെ ഐസ്ക്രീം ഓരിക്കണ തിരക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഐസ്ക്രീം കിട്ടിയാൽ കൊണ്ടുവന്നാൽ പിന്നെ അപ്പം തന്നെ അത് നമ്മൾ ആ തിരക്കിനിടയിൽ അതും കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ എല്ലാവരും പ്ലേറ്റും ഗ്ലാസും പാത്രവും ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവർക്കും ഐസ്ക്രീം എടുത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഐസ്ക്രീം എടുത്ത് കൊടുക്കാൻ ഭയങ്കര പിരാന്താണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് കുറവാണ്, ഓനക്ക് കൂടുതലാണ്, എന്നും പരാതി തന്നെ കാരണം. അപ്പോൾ ഐസ്ക്രീം ആണെങ്കിൽ നന്നായിട്ട് തന്നെ സെറ്റായി നിൽക്കണ്, കയ്യിലോന്നും ഇങ്ങോട്ട് പോരണില്ല. അങ്ങനെ ഇതാ എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ ഓരിക്കണ തിരക്കാണ് കേട്ടോ. അപ്പം ഐസ്ക്രീം ഓരിച്ചപ്പം എനിക്ക് കിട്ടിയ ഓരിക്കുള്ള കൈകളാണ് ഇതൊക്കെ കാണുന്നത്. എനിക്ക് കിട്ടുന്ന ഓരിന്നുള്ള ഭാഗം വെക്കലാണ് ഇവിടെ. ഓർക്ക് കിട്ടിയിരിക്കണം എല്ലാവർക്കും.
പിന്നെ ഐസ്ക്രീം ഓരിയൊക്കെ പിന്നെ ഇക്കാനങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാവർക്കും കൊടുത്ത് ഒരു തീറ്റ കഴിഞ്ഞതാണ്, രണ്ടാമത്തെ തീറ്റക്കുള്ള വരിയാണിത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഇക്ക അങ്ങോട്ട് കൊടുക്കും. എല്ലാവർക്കും ഒരേ മാതിരി ആവട്ടെ ഇക്ക കൊടുത്താൽ. ഞാൻ കൊടുത്താൽ എന്നോടാണ് പരാതി പറയുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഇവർക്കാണ് കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മനൂട്ടനോണ്ട് എടുത്ത് വെക്കും ഫ്രിഡ്ജിൽ. ഓൻ ഇവിടെ ഇല്ല കേട്ടോ. ഓനില്ലാത്തതുകൊണ്ട് ഓനക്കുള്ളത് ഫ്രിഡ്ജിൽ അങ്ങോട്ട് ബാക്കി കൊണ്ട് എടുത്ത് വെക്കും. അങ്ങനെ ഇതാ അവിടെ ഐസ്ക്രീം കിട്ടിയപ്പോൾ പഴംപൊരിൻ്റെ തിരക്ക് അവിടെ കുറഞ്ഞിക്കണം. പിന്നെ ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് കുറച്ചാ കിട്ടി എന്നുള്ള പരാതി വന്ന് ബാപ്പാനോട് പറഞ്ഞു. അല്ലെങ്കിൽ ബാപ്പാനോട് പറഞ്ഞു നിങ്ങളാണ് ഒരിച്ചെടുത്താടി പറഞ്ഞു. ബാക്കി ബാപ്പ ഒരിച്ചെടുത്ത്. ബാപ്പ ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഉണ്ട് ഒരേ മാതിരി ഉണ്ട് ആക്കും. ഞാനും ആക്കും, എന്നാലും ഞാൻ കൊടുത്ത കുട്ടികൾക്ക് എനിക്ക് കുറച്ചാണ് ഓനക്ക് കൂടുതലാണെന്നുള്ള പരാതിക്കാരം എന്നുള്ള പരാതി അതാണ്. എന്തൊരു സാധനമാണെങ്കിലും എനിക്ക് ഓനെക്കാട്ടും കൂടുതലുണ്ട്, ഓനക്ക് ഇന്നെക്കാട്ടും കുറവാണ്, അങ്ങനെ പരാതിയാണ്. അപ്പോൾ അതിവിടെ ഉള്ളത് തന്നെയാണ് കേട്ടോ. അവിടെ പഴംപൊരി ചുട്ട് കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഞാൻ നിസ്കരിച്ച് വരികയെന്നപ്പോൾ അപ്പോൾ പഴംപൊരി ആവും മരുവാൻ കൊടുത്തിട്ടാ. അപ്പോൾ ഇപ്പം നേരാണ് പോയി പഴംപൊരി വിരാന്ത് ഉണ്ടായത്. ഈ മരുവാൻ കൊടുക്കാൻ നേരത്ത് പഴംപൊരി കൊണ്ടുവരാ, പഴം കൊണ്ടുവരാ, പഴംപൊരി ഉണ്ടാക്കുക എന്നുള്ള വർത്താനം കേട്ടാ. അപ്പോൾ അത് അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ എണീപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞീന്ന്. അങ്ങനെ എന്താ ഗൈസ് നമ്മുടെ പഴംപൊരി ഇവിടെ സെറ്റായിക്കൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും ചായ കുടിച്ചാൽ വിളിച്ചിട്ട് എല്ലാവരും ഐസ്ക്രീമൊക്കെ തിന്ന് പഴംപൊരി ആയോ എന്ന് ചോദിച്ച് നടക്കണം കേട്ടോ. അവർക്ക് എല്ലാവരും കൂടി വിളിച്ചിട്ട് ഇനി ചായക്കടി കൊടുത്തെങ്കിലേ സമാധാനം ഉണ്ടാവുള്ളൂ അവിടെ. അപ്പം ഇനി ചായയൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഗൈസ് നമ്മുടെ പഴംപൊടി വരെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പെട്ടെന്ന് മാവ് കൂട്ടി റെഡിയാക്കിയതാണ്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. പിന്നെ പീസാക്കിയിട്ട് ഉണ്ടാക്കിക്കണം കേട്ടോ, നീളത്തിലല്ല കേട്ടോ. അങ്ങനെ ആക്കിയാലാണ് എല്ലാവർക്കും കണക്കാവുള്ളൂ, തികയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും, ബൈ.